ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫാർമക്കോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന CNS ഡിപ്രസൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെൻസോഡൈസെപ്പിൻസ് അതിനെക്കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി പാർക്കിൻസോണിയം ഡ്രഗ്സും അതുപോലെ തന്നെ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാർമക്കോളജിയുടെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എയിംസ് എക്സാം വരുന്ന എയിംസ് എക്സാം ആയിക്കോട്ടെ, ഗുരുവായൂർ ദിവസം എക്സാം ആയിക്കോട്ടെ, ഏതൊരു കേരള PSC എക്സാമോ അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും, കാരണം നിങ്ങൾക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണല്ലോ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടാനും ചിലപ്പോൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് എക്സാമിന് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. സോ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഞാൻ കുറേ എക്സ്ട്രാ പോയിൻറ്റ്സും ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ അൾട്രാ ഷോർട്ട് ആക്റ്റിംഗ് ബാർബിറ്റുറേറ്റ്സ്. ഓക്കെ, സോ ബാർബിറ്റുറേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. അതിൽ നമുക്ക് ലോങ് ആക്റ്റിംഗ് ബാർബിറ്റുറേറ്റ്, ലോങ് ആക്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ആക്റ്റിംഗ് ഉണ്ട്, അൾട്രാ ഷോർട്ട് ആക്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ് അൾട്രാ ഷോർട്ട് ആക്റ്റിംഗ് ബാർബിറ്റുറേറ്റ്സ് എന്നാണ്. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് ഫിനോ ബാർബിറ്റോൺ, ഓപ്ഷൻ ബി തയോപെൻറ്റോൺ, ഓപ്ഷൻ സി ബ്യൂട്ടാ ബാർബിറ്റൽ, ഓപ്ഷൻ ഡി അമോ ബാർബിറ്റൽ. സോ തന്നിരിക്കുന്നതിൽ അൾട്രാ ഷോർട്ട് ആക്റ്റിംഗ് ബാർബിറ്റുറേറ്റ്സ് ഏതാണ്? ഓപ്ഷൻ ബി തയോപെൻറ്റോൺ ആണ്. ഓക്കെ, വേറൊരു ഒരെണ്ണമുണ്ട്, ദാറ്റ് ഈസ് മീതോ ഹെക്സിറ്റോൺ അല്ലേ, മീതോ ഹെക്സിറ്റോൺ. ഓക്കെ, ഈ രണ്ട് ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ജനറൽ അനസ്തേഷ്യയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാ ഷോർട്ട് ആക്റ്റിംഗ് ബാർബിറ്റുറേറ്റ്സ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ തയോപെൻറ്റോണിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബെൻസോഡൈസെപ്പിൻസ് എൻഹാൻസ് ദ ആക്ഷൻസ് ഓഫ് വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ? ഇത് എയിംസ് ഫാർമസിസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഡോപ്പമിൻ, ഓപ്ഷൻ ബി ഗാബ, ഓപ്ഷൻ സി സെറോട്ടോണിൻ, ഓപ്ഷൻ ഡി ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, സോ ബെൻസോഡൈസെപ്പിൻ്റെ ആക്ഷൻ നിങ്ങൾക്കറിയാം. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഗാബ എ റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഗാബ എ റിസപ്റ്റർ വഴി ആക്ട് ചെയ്തിട്ട് ക്ലോറൈഡ് ചാനലിൻ്റെ കണ്ടക്റ്റൻസ് കൂട്ടിയിട്ട് ഹൈപ്പർ പോളറൈസേഷൻ ഉണ്ടാക്കുകയും പിന്നെ CNS ഡിപ്രഷൻ എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ തന്നിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൽ ഏതിൻ്റെ ആക്ഷനാണ് കൂട്ടുന്നത്? ഗാബ റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷനാണ് കൂട്ടുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഗാബ റിസപ്റ്റർ, ഗാബയിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, അതുപോലെ ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, അങ്ങനത്തെയൊക്കെ. സോ നമുക്ക് കാരണം എയിംസിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തന്നിരിക്കുന്ന ഡ്രഗിൽ ഏതാണ് ഗ്ലൂട്ടാമേറ്റ് ആൻറ്റഗോണിസ്റ്റ് എന്നൊക്കെ. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ബേസിസിൽ നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതിരിക്കും അല്ലേ. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. സോ ഇതിൽ തന്നിരിക്കുന്നത് മനസ്സിലായല്ലോ, ഗാബ റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രഗ് യൂസ്ഡ് ഫോർ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് എമംഗ് CNS ഡിപ്രസൻസ്. ഓപ്ഷൻ ഡയസെപ്പാം, ക്ലോർപ്രോമസിൻ, ബുസ്പിരോൺ, സോൾപിഡം. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് പഠിച്ചാൽ നമുക്കറിയാം. അതിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? ഡയസെപ്പാമാണ് അല്ലെങ്കിൽ ലൊറാസെപ്പമാണ് കൊടുക്കുക അല്ലേ. ഡയസെപ്പാമാണ് വരിക. സോ അതിൻ്റെ ബാക്കിയുള്ള ഡ്രഗ്സിലേക്ക് ഫിനൈറ്റോയിൻ അല്ലെങ്കിൽ ഫോസ്ഫിനൈറ്റോയിൻ കൊടുക്കും. അതിൽ നമ്മൾ ഫിനോബാർബിറ്റോൺ തേർഡ് ഓപ്ഷനായിട്ട് കൊടുക്കും. ഫോർത്ത് ഓപ്ഷനായിട്ട് നമ്മൾ തയോപെൻറ്റോൺ വെച്ചിട്ട് ജനറൽ അനസ്തേഷ്യ തയോപെൻറ്റോൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അത് നിങ്ങൾ നോക്കിയിട്ട് നോക്കുക കേട്ടോ. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഡ്രഗ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ബാർബിറ്റുറേറ്റ്സ് വിത്ത് ആൻറ്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ. തയോപെൻറ്റോൺ, ഫിനോബാർബിറ്റോൺ, പെൻറ്റോബാർബിറ്റോൺ, സെക്കോബാർബിറ്റോൺ. സോ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ തന്നെ ക്ലാസിഫിക്കേഷനുണ്ട്. ഏത് ഡ്രഗാണ് ഉപയോഗിക്കുന്നത്? ഫിനോബാർബിറ്റോൺ അല്ലേ. ഫിനോബാർബിറ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സോൾപിഡം ബിലോങ്സ് ടു വിച്ച് ക്ലാസ്? ബെൻസോഡയസെപ്പിൻ, നോൺ ബെൻസോഡയസെപ്പിൻ ഹിപ്നോട്ടിക്, ബാർബിറ്റുറേറ്റ്, ഒപ്പിയോഡ് ആൻറ്റഗോണിസ്റ്റ്. സോൾപിഡം എന്ന് പറഞ്ഞ ഡ്രഗ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? നോൺ ബെൻസോഡയസെപ്പിൻ ഹിപ്നോട്ടിക്കിൽ വരുന്നതാണ് അല്ലേ. സോ ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ നോൺ ബെൻസോഡയസെപ്പിൻ ഹിപ്നോട്ടിക്സിന് നമ്മൾക്ക് ഇസഡ് ഡ്രഗ്സ് നമ്മൾ പറയും. ഈ ക്ലാസിഫിക്കേഷൻ മൊത്തത്തിൽ നമ്മൾ ഇസഡ് ഡ്രഗ്സ് എന്ന് വിളിക്കും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഇസഡ് ലെറ്ററിലാണല്ലോ. സോ ഇത് സാധാരണ എന്താണ്? നോൺ ബെൻസോഡയസെപ്പിൻ ഹിപ്നോട്ടിക്സ്
ഫോർ ഷോർട്ട് ടൈം മാനേജ്മെൻറ്റ് ഓഫ് ഇൻസോമിനിയയ്ക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ഈസഡ് ഡ്രഗ്സിൽ വരുന്ന ഡ്രഗ്സ്. ഓക്കെ, സോ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം അല്ലേ. സോ ഷോർട്ട് ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് 2 വീക്സോ അല്ലെങ്കിൽ 2 വീക്സിൽ താഴെയുള്ള മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലുള്ള ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിന് ചിലപ്പോൾ ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫ്ലുമാസെനിൽ ഈസ് എൻ ആൻറ്റഗോണിസ്റ്റ് ഓഫ് ബാർബിറ്റുറേറ്റ്സ്, ബെൻസോഡയസെപ്പിൻ, ഒപ്പിയോയിഡ്സ്, ആൽക്കഹോൾ. സോ ഇത് മിക്ക എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒത്തിരി എക്സാമിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫ്ലുമാസെനിൽ നമുക്കറിയണം ഏതൊരു ഡ്രഗിൻ്റെയും അതിൻ്റെ ആൻറ്റഗോണിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നെയിം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. സോ ഫ്ലുമാസെനിൽ ഏതിൻ്റെ ആൻറ്റഗോണിസ്റ്റാണ്? ബെൻസോഡയസെപ്പിൻ്റെ ആൻറ്റഗോണിസ്റ്റാണ്. ഓക്കെ, ബെൻസോഡയസെപ്പിൻ ആൻറ്റഗോണിസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ബെൻസോഡയസെപ്പിൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷൻസ് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് പോവുക. ഞാൻ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, സോ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ഫ്ലോപ്പി ബേബി സിൻഡ്രം എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ ഫ്ലോപ്പി ബേബി സിൻഡ്രം ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇനി അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, എന്നാൽ ഞാൻ ജസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഫ്ലോപ്പി ബേബി സിൻഡ്രംസ് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ടോളറൻസും ഡ്രഗ് ഡിപ്പെൻഡൻസും ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചിട്ട് എക്സാമിന് എയിംസിൻ്റെ എക്സാം ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതും ഈ പറഞ്ഞ എന്താണ് ബെൻസോഡയസെപ്പിൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഓഫ് ബെൻസോഡയസെപ്പിൻ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഏതാണ് ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്? ദാറ്റ് ഈസ് ബീറ്റ കാർബോലിൻ. ഓക്കെ, സോ ആ ഒരു ഡ്രഗിൻ്റെ പേര് നിങ്ങൾ ഓർത്തിട്ട് തന്നെ എക്സാമിന് പോവുക. ഓക്കെ, സോ അത്രയാണ് ബെൻസോഡയസെപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ബെൻസോഡയസെപ്പിൻ ഹാസ് നോ ആക്റ്റീവ് മെറ്റബോളൈറ്റ്. ഓക്കെ, തന്നിരിക്കുന്നതിൽ ഡയസെപ്പാം, മിഡസോളം, ലൊറാസെപ്പം ആൻഡ് ക്ലോർഡയസെപ്പോക്സൈഡ്. ഓക്കെ, സോ ഇതിൽ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഇല്ലാത്തത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് ലൊറാസെപ്പാണ് വരുന്നത്. ഓക്കെ, ലൊറാസെപ്പാണ് നമുക്ക് വരിക. സോ ഇതിൽ തന്നെ പറയുമ്പോൾ ഡയസെപ്പാമിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡയസെപ്പാമിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് ഡെസ് മീഥൈൽ ഡയസെപ്പാം. ഒന്നാമത്തെ കുറേ ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡെസ് മീഥൈൽ ഡയസെപ്പാം ഉണ്ട്. അതുപോലെ ഓക്സസെപ്പാം ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ്. അതിൻ്റെ ടെമസെപ്പാം ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ്. ഓക്കെ, ഡയസെപ്പാമിൻ്റെ. ഓക്കെ, സോ അതുപോലെ മിഡസോളത്തിനുണ്ട്, ക്ലോർഡയസെപ്പോക്സൈഡിനുണ്ട്. സോ അത് നിങ്ങൾ നോക്കുക. ലൊറാസെപ്പമിന് ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഇല്ല. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? വിച്ച് CNS ഡിപ്രസൻറ്റ് ഹാസ് ആൻസിയോലൈറ്റിക് ആക്ഷൻസ് വിത്തൗട്ട് സഡേഷൻ. ഓക്കെ, അതിൽ വന്ന് ഡയസെപ്പാം, ബുസ്പിരോൺ, ലൊറാസെപ്പം, ക്ലോർപ്രോമസിൻ. സോ തന്നിരിക്കുന്നതിൽ ഏതിനാണ് CNS ഡിപ്രസൻ ആക്ഷൻ ഇല്ലാത്തത്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്, ബുസ്പിരോൺ ആണ് അല്ലേ. കാരണം എന്താണ്? ബാക്കിയുള്ളതെല്ലാം ഈ പറഞ്ഞ ഡയസെപ്പാം, ലൊറാസെപ്പം, ക്ലോർപ്രോമസിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബെൻസോഡയസെപ്പിൻ അല്ലേ. അതിൽ വരുന്ന ഇത് രണ്ടും ബെൻസോഡയസെപ്പിൽ വരുന്നതാണ്. ക്ലോർപ്രോമസിൻ എന്ന് പറയുന്നത് ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻ ആണല്ലേ. പക്ഷേ ഈ പറയുന്നതൊക്കെ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് ഗാബ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നു, ഡോപ്പമിൻ റിസപ്റ്ററിലൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അവർക്കൊരു CNS ഡിപ്രസൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ബുസ്പിരോൺ എന്ന് പറയുന്നത് എന്താണ്? 5-HT1A റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് അല്ലേ. 5-HT1A റിസപ്റ്റർ പാർഷ്യൽ അഗോണിസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് പറയുമ്പോൾ പറയേണ്ടി വരും. ഓക്കെ, സോ ഇതിൽ ഗാബയായിട്ട് ഇൻട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ആൻസിയോലൈറ്റിക് മെഡിക്കേഷനാണ് ബുസ്പിരോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ട് ഓർത്ത് ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് ബുസ്പിരോൺ. ചിലപ്പോൾ ആൻസിയോലൈറ്റിക് ഡ്രഗ് ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ആ ഡ്രഗിന് കറക്റ്റായിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്രഗ്സും കൂടി ആ സെയിം ആൻറ്റി ആൻസിയോലൈറ്റിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിൽ CNS ഡിപ്രസൻ എഫക്റ്റ് ഇല്ലാത്തത് ഈ പറഞ്ഞ ബുസ്പിരോണാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതിന് ആൻസർ കണ്ടില്ലേ. ഓക്കെ, ഒപ്പിയോഡ് ആൻറ്റഗോണിസ്റ്റ് യൂസ്ഡ് ഇൻ ഒപ്പിയോഡ് ഓവർഡോസ്. ഓക്കെ, നലോക്സോൺ, നാൽട്രക്സൺ, ബുപ്രിനോർഫിൻ, മെഥഡോൺ. സോ ആൻസർ ഇതാണ്, നലോക്സോൺ ആണ് വരുന്നത്. നമുക്കറിയാം ഒപ്പിയോഡ് ഓവർഡോസിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നലോക്സോൺ ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഒപ്പിയോഡ് അഡിക്ഷൻ ലൈക്ക് നമ്മൾ എന്താണ് മോർഫിൻ അഡിക്ഷൻ വരുന്നൊരു പേഷ്യൻ്റ് നമ്മൾ ഏത് ഡ്രഗാണ് കൊടുക്കുക? ദാറ്റ് ഇസ് മെഥഡോൺ. ഓക്കെ, സോ അഡിക്ഷനും അതിൻ്റെ ഓവർഡോസ് അല്ലെങ്കിൽ പോയിസണും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. പോയിസൺ വരുമ്പോൾ നലോക്സോണും, അഡിക്ഷൻ വരുമ്പോൾ ആദ്യം മെഥഡോണാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഥഡോൺ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അത് പയ്യെ നാൾട്രക്സോണിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നോക്കിയിട്ട് പോവുക. ലോങ് ആക്റ്റിംഗ് ബെൻസോഡയസെപ്പിൻ, അൽപ്രാസോളം, ഡയസെപ്പാം, ഓക്സസെപ്പാം, ലൊറാസെപ്പം. സോ തന്നിരിക്കുന്നതിൽ ലോങ് ആക്റ്റിംഗ് ബെൻസോഡയസെപ്പിൻ ഏതാണ് വരിക? ഈ പറഞ്ഞ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് ഡയസെപ്പാമാണ്. ഓക്കെ, കാരണം എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന് ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഒത്തിരി ഉണ്ട് അല്ലേ. സോ അതിൻ്റെ ഹാഫ് ലൈഫ് എന്ത് ചെയ്ത് പ്രൊലോങ് ചെയ്യും. അത് ചിലപ്പോൾ ഈ മെറ്റബോളൈറ്റ്സിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഡ്രഗിൻ്റെ ഹാഫ് ലൈഫിനേക്കാൾ കൂടുതലായിരിക്കും. സോ അത് ചിലപ്പോൾ പ്രൊലോങ് ചെയ്യും അല്ലേ. സോ അതിൻ്റെ ഹാഫ് ലൈഫ് അനുസരിച്ച് ഏകദേശം അതിൻ്റെ ഹാഫ് ലൈഫ് 36 to 200 അവർ എങ്ങാണ്ടാണ് അതിൻ്റെ ഹാഫ് ലൈഫ് വരുന്നത്. ഓക്കെ,
ലോങ് ഹാഫ് ലൈഫുള്ള ഡ്രഗാണ് ഈ ഡയസെപ്പാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഡ്രഗ് ഈസ് നോട്ട് എ CNS ഡിപ്രസൻ? മോർഫിൻ, ഡയസെപ്പാം, ഫിനോബാർബിറ്റോൺ, എഫിഡ്രിൻ. സോ ഇതിന് തന്നിരിക്കുന്നതിൽ CNS ഡിപ്രസൻ എഫക്റ്റ് ഇല്ലാത്തത് ആർക്കാണ്? എഫിഡ്രിൻ ആണ് വരുന്നത്. എഫിഡ്രിൻ ശരിക്കും ഒരു CNS സ്റ്റിമുലൻ മെഡിസിൻ വരുന്ന ഡ്രഗാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പാർക്കിൻസോൺസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പാർക്കിൻസൺ ഡിസീസ് ഇസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ്. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ്? സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗാബ ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. പാർക്കിൻസൺ ഡിസീസ് വരുന്ന എങ്ങനെയാണ്? ഡോപ്പമിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വരികയോ അല്ലെങ്കിൽ നമ്മുടെ അസറ്റൈൽകോളിൻ്റെ ലെവൽ കൂടുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് പാർക്കിൻസൺ ഡിസീസ് വരുന്നത് അല്ലേ. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ പാർക്കിൻസൺ ഡിസീസ്: ബ്രോമോക്രിപ്റ്റിൻ, ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ, സെലിജിലിൻ, പ്രാമിപെക്സോൾ. സോ ഇതിന് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പയാണ് വരുന്നത്. ഓക്കെ, അടുത്ത് കാർബിഡോപ്പ ആക്ട്സ് ബൈ ഇൻക്രീസ് ഇൻ ഡോപ്പമിൻ റിലീസ്, പെരിഫറൽ ഡീകാർബോസിലേസ് ഇൻഹിബിഷൻ, മാവോ ബി ഇൻഹിബിഷൻ, കോംറ്റ് ഇൻഹിബിഷൻസ്. സോ കാർബിഡോപ്പയുടെ ആക്ഷൻ വരുന്നത് എങ്ങനെയാണ്? പെരിഫറൽ ഡീകാർബോസിലേസ് ഇൻഹിബിഷൻ ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡോപ്പമിനാണ് വരുന്നത്. ഡോപ്പമിൻ ജസ്റ്റ് പറയാം, ഡോപ്പമിനാണ് വരുന്നത്. ഈ ഡോപ്പമിൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രെയിനിലേക്ക് കയറാൻ പറ്റുമോ? ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഡോപ്പമിന് പറ്റുമോ? ഇല്ല, പറ്റില്ല. സോ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും? ലീവോഡോപ്പ എന്ന് പറഞ്ഞ പ്രോഡ്രഗിൻ്റെ ഫോമിൽ നമ്മൾ ഡോപ്പമിൻ കൊടുക്കും. ഈ ലീവോഡോപ്പ എന്താണ്? ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്, ദാറ്റ് ഇസ് ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, സോ പെരിഫറലി നമുക്ക് ഈ ഡീകാർബോക്സിലേസ് എൻസൈം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ലീവോഡോപ്പ ടാബ്ലറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ പെരിഫറൽ ഡീകാർബോക്സിലേസ് എൻസൈം എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഡോപ്പമിൻ ആക്കും. സോ നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ട് ഓഫ് ഡോപ്പമിൻസ് നമുക്ക് ബ്രെയിനിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തിട്ട് നമ്മൾ ആ പുറത്ത് വെച്ചിട്ട് ആ ഒരു കൺവേർഷനില്ലേ അത് കുറയ്ക്കണം. എന്നിട്ട് മാക്സിമം എമൗണ്ട് ഓഫ് ഡോപ്പമിൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? ബ്രെയിനിൽ കിട്ടണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർബിഡോപ്പ കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ കാർബിഡോപ്പ കൊടുക്കാം അല്ലെങ്കിൽ ബെൻസറാസൈഡ് കൊടുക്കാം. സോ രണ്ടിൻ്റെ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, സൾഫണമൈഡ്സിൽ അതിന് റേഷ്യോ പറഞ്ഞായിരുന്നു. സൾഫാമെഥോക്സസോൾ പ്ലസ് ട്രൈമീതോപ്രമിൻ്റെ റേഷ്യോ പറഞ്ഞായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു റേഷ്യോ ആണ് കാർബിഡോപ്പ ലിവോഡോപ്പയുടെ റേഷ്യോ. അത് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ, ലീവോഡോപ്പ നമ്മൾ നോക്കാം. ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ ആണെങ്കിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട റേഷ്യോ നമുക്കറിയാം. 4:1 കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് 10:1 റേഷ്യോയിലാണ് കൊടുക്കുക. ഓക്കെ, എന്നാൽ ലീവോഡോപ്പ ഈസ്റ്റ് ബെൻസെറാസൈഡ് ആണെങ്കിൽ കൊടുക്കണേ. ബെൻസെറാസൈഡ് ആണ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:1 ആയിരിക്കും. സോ അത് എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സോ ലീവോഡോപ്പയുടെ എമൗണ്ട് കൂട്ടാൻ പറ്റും. 75% നമുക്ക് എന്ത് കിട്ടും? ഈ പെരിഫറൽ ഡീകാർബോസിലേഷൻ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഹാഫ് ലൈഫ് ഓഫ് ലിവോഡോപ്പ കൂട്ടാൻ പറ്റും. അതുപോലെ നോസിയ വോമിറ്റിംഗ് സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. കാർഡിയോവാസ്കുലർ സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. പേഷ്യൻ്റ് കംപ്ലയിൻറ്റ്സ് കൂട്ടാൻ പറ്റും. ജസ്റ്റ് എന്തോരൊപ്പം പറഞ്ഞുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് തന്നെ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിയറിംഗ് ഓഫ് എഫക്റ്റ് ഒക്കേഴ്സ് വിത്ത് പ്രാമിപെക്സോൾ, ലിവോഡോപ്പ തെറാപ്പി, സെലിജിലിൻ, ടെട്രാബെനാസിൻ. ഓക്കെ, വിയറിംഗ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് നടക്കുന്നത് എവിടെയാണ്? ലിവോഡോപ്പ തെറാപ്പിയിലാണ് നടക്കുന്നത്. അതായത് ഫ്ലക്ച്വേഷൻ ഇൻ റെസ്പോൺസ് എന്ന് പറയും നമുക്ക്. അല്ലെങ്കിൽ ഇതിനെ എന്താണ് ഓൺ ഓഫ് എഫക്റ്റ് എന്ന് നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ. സോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻറ്റിന് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ കാണിക്കും റെസ്പോൺസിൽ. ഓക്കെ, ചില സമയത്ത് ഈ ബെനിഫിഷ്യൽ എഫക്റ്റ് ഓഫ് ഡ്രഗ് നഷ്ടപ്പെട്ടതുപോലെ തോന്നും നമുക്ക്. ചില സമയത്ത് എല്ലാ സിംറ്റംസും നമുക്ക് റിലീഫ് കിട്ടും, പക്ഷേ ചില സമയത്ത് അത് കിട്ടത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ലിവോഡോപ്പ തെറാപ്പിയിൽ അത് നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത്? ലിവോഡോപ്പ തെറാപ്പിയിലാണ്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്മോളർ ഡോസ് കൊടുക്കുക, ഇൻ്റർവെല്ലിൽ കൂട്ടുക. അതായത് നമ്മുടെ ഫ്രീക്വൻസി കൂട്ടുക, സ്മോൾ ഡോസ് ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സെലിജിലിൻ ഈസ് എ മാവോ എ ഇൻഹിബിറ്റർ, മാവോ ബി കോംറ്റ് ഇൻഹിബിറ്റേഴ്സ്, D2 ആൻറ്റഗോണിസ്റ്റ്. സോ ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് മിക്ക എക്സാമും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിലെന്താ കൺഫ്യൂഷൻ? നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ഇത് എയിംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 2024. ഇതിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. മാവോ എ ആണോ മാവോ ബി ആണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരാം. ഓക്കെ, സോ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ പറഞ്ഞ സെലിജിലിൻ എന്നുള്ളതും എവിടെയാണ് മാവോ എ ഉപയോഗിക്കുന്നത് മാവോ ബി ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇവിടെ ഞാൻ എൻ്റെ LSTDയുടെ ഒരു വീഡിയോയിൽ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, എന്നാലും ഒന്നുകൂടി പറയാം. മാവോ എ ഇൻഹിബിറ്റേഴ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാവോ ഈ പറഞ്ഞ പോലെ ബി ഇൻഹിബിറ്റേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ മാവോ ബി ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന ഡ്രഗ്സാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് ഇവിടെ പാർക്കിൻസോൺസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാർക്കിൻസോൺസിൽ യൂസ് ചെയ്യുന്ന മാവോ ബിയും മാവോ എ ഉപയോഗിക്കുന്ന ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാവോ ബി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതിൽ ഏതൊക്കെ ഡ്രഗ്സ് വരുന്നുണ്ട്? സെലിജിലിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ രസാജിലിൻ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ മാവോ എ ഇൻഹിബിറ്റേഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗാണ്, ദാറ്റ് ഈസ് മൊക്ലോബമൈഡും
അതുപോലെ ക്ലോർജിലിൻ, ഓക്കെ, ക്ലോർജിലിൻ, ഫെനൽസിൻ, ഓക്കെ, ഈ ഡ്രഗുകൾ. ഓക്കെ, സോ ഈ ഡ്രഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. മാവോ ബി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇറിവേഴ്സബിൾ ഇൻഹിബിറ്റേഴ്സാണ് ഇവർ ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ മാവോ എ ഇൻഹിബിറ്റേഴ്സ് നമ്മൾ എന്താണ് റിവേഴ്സബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിറ്റേഴ്സാണ്. ഓക്കെ, സോ ഇത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രഗ്സ് മാറിപ്പോകും, അത് മാറിപ്പോകരുത്. ഇനി നിങ്ങൾക്ക് ഞാൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാവോ എ ഇൻഹിബിറ്റേഴ്സ് ഉണ്ടല്ലോ, അതിപ്പോൾ മാവോ എ അല്ലേ, അപ്പോൾ എ ഫോർ ആൻറ്റി ഡിപ്രസൻസ് എന്ന് ഞാൻ പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മാവോ എ ആൻറ്റി ഡിപ്രസൻസിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ഈ ഡ്രഗ്സ് ആണെന്നുള്ളൊരു ഐഡിയ എനിക്ക് അങ്ങ് കിട്ടും. അപ്പോൾ നമുക്ക് ഈസിയാണ്, മാറിപ്പോവില്ല. അപ്പോൾ ഈ മാവോ ബി ഇൻഹിബിറ്റേഴ്സ് സെലിജിലിൻ എന്നുള്ളത് മാവോ ബി ആണ്, എ എന്നുള്ളത് ആൻറ്റി ഡിപ്രസൻ, ഇവിടെ എ ഉണ്ടല്ലോ, ആൻറ്റി ഡിപ്രസൻസ് ആയിട്ട് അങ്ങനെ നോക്കി വിചാരിച്ചാൽ മതി, അപ്പോൾ അത് കിട്ടും. ഓക്കെ, സോ ഇവിടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി വരും, മാവോ ബി ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എൻഡാക്യാപ്പോൾ മെക്കാനിസം ആണ് ചോദിച്ചിരിക്കുന്നത്. കോമറ്റ് ഇൻഹിബിഷൻ, മാവോ ബി ഇൻഹിബിഷൻസ്, D1 ആഗോണിസം, D2 ആൻറ്റഗോണിസംസ്. സോ ഡയറക്റ്റായിട്ട് നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ തന്നെ കിട്ടും. കോമറ്റ് ഇൻഹിബിറ്റേഴ്സ് ആണ് എൻഡാക്യാപ്പോൺ, ടോൾക്യാപ്പോൺ എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രഗ് കോസിങ് ഓൺ ഓഫ് ഫിനോമിനൻ അല്ലേ. ലിവഡോപ്പ, ബ്രോമോക്രിപ്റ്റിൻ, ട്രൈഹെക്സിഫിനഡിൽ, അമാൻറ്റഡിൻ. ഓൺ ഓഫ് ഫിനോമിനൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, ലിവഡോപ്പയുടെ ഒരു എഫക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രഗ് കോസിങ് ലിവിഡോ റെറ്റിക്കുലാരിസ്, മോട്ടിൽഡ് സ്കിൻ എന്ന് പറയും. ഇത് ആരുടെ സൈഡ് എഫക്റ്റ്? അമാൻറ്റഡിൻ, എൻഡാക്യാപ്പോൺ, ലിവഡോപ്പ, സെലിജിലിൻസ്. ലിവിഡോ റെറ്റിക്കുലാരിസ് എന്ന് പറഞ്ഞത് അമാൻറ്റഡിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. നമ്മൾ റെയറായിട്ട് കേൾക്കുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്തിട്ട് തന്നെ വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ട്രൈഹെക്സിഫിനഡിൽ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ. ഓക്കെ, ട്രെമർ ഡോമിനൻറ്റ് പാർക്കിൻസോൺസും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസും എൽഡർലി പാർക്കിൻസൺ പേഷ്യൻസ് ബോത്ത് എ ആൻഡ് ബി. സോ ട്രൈഹെക്സിഫിനഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അത് ട്രെമർ ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസത്തിന് ഉപയോഗിക്കും. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസത്തിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ആൻറ്റികൊളർജി ഡ്രഗ്സ് അല്ലേ. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? ആൻറ്റികൊളർജി മെഡിക്കേഷനാണ് വരുന്നത്. ആൻറ്റികൊളർജി മെഡിക്കേഷനിൽ വരുന്ന ഡ്രഗാണ് ട്രൈഹെക്സിഫിനഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ലിവഡോപ്പ സൈഡ് എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലിവഡോപ്പയുടെ സൈഡ് എഫക്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ബ്രോങ്കോസ്പാസം, ഡിസ്കൈനീസിയ, ഡയറിയ, ഹൈപ്പോതെർമിയാസ്. സോ ലിവഡോപ്പയുടെ സൈഡ് എഫക്റ്റ് ഏതാ വരെ? ഡിസ്കൈനീസിയ. ഓക്കെ, ഡിസ്കൈനീസിയ ഉണ്ട്, ലിവഡോപ്പയുടെ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റ് ആണത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസ്കൈനീസിയ എന്ന് പറയുമ്പോൾ എന്താണ്? അബ്നോർമൽ ബോഡി മൂവ്മെൻറ്റ്സിനാണ് ഡിസ്കൈനീസിയ എന്ന് പറയുന്നത്. അതുപോലെ മെൻറ്റൽ ചേഞ്ചസ് ഉണ്ടാവും, ലൈക്ക് എന്താ പറയുക, ഹാലൂസിനേഷൻസ്, ഇൻസോമിനേഷൻസ്, സൈക്കോസിസ് പോലത്തെ ഒരു അവസ്ഥ അല്ലേ. മെൻറ്റൽ ചേഞ്ചസ് ഉണ്ടാവും, ഫ്ലക്ച്വേഷൻ ഇൻ റെസ്പോൺസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു ഓൾട്ടറേഷൻ ഇൻ ദ സ്മെൽ ആൻഡ് ടേസ്റ്റ് സെൻസേഷൻസ്. നമ്മൾ ഇത്തിരി മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാർഡിയോവാസ്കുലർ ഡ്രഗ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു AC ഇൻഹിബിറ്റേഴ്സ് അല്ലേ. AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് സെൻസേഷൻ, ഓൾട്ടറേഷൻ ഇൻ ടേസ്റ്റ് സെൻസേഷൻ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ, ടേസ്റ്റിലുണ്ടാകുന്ന വ്യത്യാസം. അത് ഈ പറഞ്ഞ ലിവഡോപ്പയുടെ ഡ്രഗിനുണ്ട്. അത് അങ്ങനെ അങ്ങോട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത ലിവഡോപ്പ ഇൻഡ്യൂസ്ഡ് ഡ്രഗ് യൂസ്ഡ് ഇൻ ലിവഡോപ്പ ഇൻഡ്യൂസ്ഡ് ഡിസ്കൈനീസിയ. ഏത് ഡ്രഗാണ് ലിവഡോപ്പ ഇൻഡ്യൂസ്ഡ് ഡിസ്കൈനീസിയ നമ്മൾ യൂസ് ചെയ്യുന്നത്? അമാൻറ്റഡിൻ, കാർബിഡോപ്പ, എൻഡാക്യാപ്പോൺ ആൻഡ് ട്രൈഹെക്സിഫിനഡിൽ. ഏതാണ് ഉപയോഗിക്കുന്ന ഡിസ്കൈനീസിയയ്ക്ക്? ഓപ്ഷൻ എ അമാൻറ്റഡിൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, അമാൻറ്റഡിൻ. അടുത്ത ക്വസ്റ്റ്യൻ പാർക്കിൻസൺ ലൈക്ക് സിംറ്റംസ് അപ്പിയേഴ്സ് ഡ്യൂ ടു excess GABA, antipsychotics D2 blockade and increased serotonin, norepinephrine deficiency. സോ പാർക്കിൻസൺ ലൈക്ക് സിംറ്റംസ് നമുക്ക് അപ്പിയർ ചെയ്യുന്നപ്പോഴാണ് ഓപ്ഷൻ ബി ആണ് വരിക, ആൻറ്റിസൈക്കോട്ടിക്സ് ആണ് വരിക. സോ ഈ ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷനും അതുപോലെ പാർക്കിൻസൺ ഡിസീസ് അത് രണ്ട് തമ്മിൽ ബന്ധങ്ങളുണ്ട്. അതായത് അവർ തമ്മിൽ റിലേഷനുണ്ട്. ആ റിലേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കണം, എന്നാലാണ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ലീവോഡോപ്പ. സപ്പോസ് നമ്മൾ പറയാം ലീവോഡോപ്പ അല്ലേ, അത് എന്താണ്? പാർക്കിൻസൺ ഡിസീസിലോട് കൊടുക്കുന്നതാണ് ലീവോഡോപ്പ. ഓക്കെ, ലീവോഡോപ്പ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് D2 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലേ, D2 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റിമുലേറ്റ് കേട്ടോ, സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ D2 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ എഫക്റ്റാണ് കിട്ടുന്നത്? ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യും? പാർക്കിൻസോൺസും സിംറ്റംസ് ഉണ്ടല്ലോ, പാർക്കിൻസോൺസിന് സിംറ്റംസിനെ നമുക്ക് എന്ത് ചെയ്യും? റിലീവ് ചെയ്യും അല്ലേ. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് പാർക്കിൻസോൺസും സിംറ്റംസിനെ റിലീവ് ചെയ്താലും ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ സിംറ്റംസ് നമുക്ക് ഉണ്ടാക്കും. ഓക്കെ, സൈക്കോളജിക്കൽ സിംറ്റംസ് നമുക്ക് ഉണ്ടാകും. ഇത് പാർക്കിൻസോൺസ് നമുക്ക് കുറയും, പക്ഷേ സൈക്കോളജി സിംറ്റംസ് സൈഡ് എഫക്റ്റ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ് ഉണ്ട്, സൈക്കോളജി സിംറ്റംസ് ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഇത് വോമിറ്റിംഗ് ഉണ്ടാക്കും, നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ഡ്രഗ് എടുക്കുമ്പോൾ, വോമിറ്റിംഗ് നമുക്ക് ഉണ്ടാകും. ഓക്കെ, അത് പക്ഷേ ലാക്ടേഷനെ സപ്രസ് ചെയ്യും. ഓക്കെ, ലാക്ടേഷനെ സപ്രസ് ചെയ്യും.
അതുകൊണ്ടാണ് നമ്മൾ ബ്രോമോക്രിപ്റ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാക്ടേഷനെ സപ്രസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് അതിൻ്റെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് ലൈക്ക് ഫിനോതയസിൻസോ അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ്. ഓക്കെ, ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ്. ഓക്കെ, ഇങ്ങനത്തെ ഡ്രഗ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്കിവിടെ സംഭവിക്കുന്നത്. ലീവോഡോപ്പ കൊടുക്കുമ്പോൾ നമുക്ക് D2 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തു, കാരണം നമുക്ക് കൂടുതൽ ഡോപ്പമിൻ വേണമല്ലോ. ഡോപ്പമിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമുക്ക് പാർക്കിൻസോൺസ് ഉണ്ടാകുന്നത്. സോ ആ സമയത്ത് D2 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. പക്ഷേ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ത് ചെയ്യുകയാണ്, D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോസിൻ്റെ സിംറ്റംസ് നമുക്ക് എന്ത് ചെയ്യും, കുറയും അല്ലേ. സൈക്കോസിൻ്റെ സിംറ്റംസ് നമുക്ക് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, പക്ഷേ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യും, പാർക്കിൻസോൺസ് നമുക്ക് ഉണ്ടാകും. ഓക്കെ.